ആ അപ്പോസ്തലപ്രവൃത്തികളുടെ 7-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. സ്തേഫാനോസിൻ്റെ പ്രസംഗമാണ് കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ അന്ത്യം എങ്ങനെയാണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ ഇന്നത്തെ എൻ്റെ പ്രസംഗത്തിന് കൊടുത്തിരിക്കുന്ന തലവാചകം എന്നത് എങ്ങനെയാണ് നമുക്ക് നന്നായി മരിക്കാൻ കഴിയുന്നത് എന്നതാണ്. ഹൗ ക്യാൻ വി ഡൈ വെൽ? നമുക്ക് എങ്ങനെയാണ് നന്നായിട്ട് മരിക്കാൻ സാധിക്കുക? നമ്മൾ ആരും മരണത്തെക്കുറിച്ച് അത്രയും ഗൗരവമായി ചിന്തിക്കുന്നവരല്ല, ആണോ? ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്, ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണുന്ന ആളുകളാണ്. എങ്ങനെയാണ് ജീവിതം അനുഗ്രഹകരമാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. എന്നാൽ എങ്ങനെയാണ് മരിക്കാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് നമ്മളങ്ങനെ ചിന്തിക്കുകയില്ല. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും വ്യക്തമായ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഒരിക്കൽ മരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്കും തോമസ് ആൻ്റണി സഹോദരനും ദേവദാസിനുമൊക്കെ മരിക്കുമെന്നൊരു ചിന്ത വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അങ്ങനെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. കാരണം തല നരച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് തല നരച്ച ആളുകൾ മരിക്കും എന്നൊരു രീതി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മരിക്കാനൊരു സാധ്യതയുണ്ട് എന്ന ഒരു ചിന്തയുണ്ട്. എന്നാൽ തല നരയ്ക്കാത്ത ചെറുപ്പക്കാരായ ആളുകൾ മരിക്കുകയില്ല എന്നുപോലും ചിന്തിക്കും. കാരണം വെച്ചാൽ മരണം അവരുടെ ചിന്തയിലേക്ക് അങ്ങനെ വരികയില്ല. എന്നാൽ തല നരയ്ക്കാത്ത ആളുകൾ മരിക്കൂലേ? അങ്ങനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടോ? അയ്യോ, ചെറുപ്പക്കാരും മരിക്കും. അപ്പം ഡെത്ത് ഈസ് ആക്ച്വലി എ വെരി റെലവൻറ്റ് ടോപ്പിക്. നമ്മെ എല്ലാവരെയും സംബന്ധിച്ച് മരണം എന്നുള്ളത് ബാധകമായ, വളരെ നമ്മെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പം അതുകൊണ്ട് എങ്ങനെയാണ് നന്നായിട്ട് മരിക്കാൻ പറ്റുക എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം ഇന്ന് നമ്മൾ മരണം ദർശിക്കുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മളുടെ ധ്യാന ഭാഗത്ത് നമ്മൾ കാണുന്ന ആ മരണം വളരെ ചെറുപ്പക്കാരനായ ഒരു വ്യക്തിയുടെ മരണമാണ്. നമ്മൾ പറയുന്നത് നമുക്ക് നടുക്കം വരുത്തുന്ന ഒരു മരണമാണ്. കഴിഞ്ഞ ദിവസത്തെ പേപ്പറുകളിലൊക്കെ നിങ്ങൾ കണ്ടല്ലോ, സ്പെയിനിൽ ഒരു പയ്യൻ, അല്ലേ, 28 വയസ്സേ ഉള്ളൂ, പൈലറ്റാകാൻ വേണ്ടി പോയതാണ്. പക്ഷേ ആൾ മരിച്ചുപോയി. ഞങ്ങൾക്ക് പരിചയമുള്ള ഒരാൾ, എൻ്റെ മകനാണ്. വലിയ നടുക്കമായിപ്പോയി. നല്ല സൗന്ദര്യമുള്ള, നല്ല ചുറുചുറുക്കുള്ള, മണി പോലെ നടന്ന് നമ്മൾ പറയുമല്ലോ, അങ്ങനെ ഒരു പയ്യൻ മരിച്ചുപോയി. അവനെ കൊന്നതാണ്. അപ്പം അതുകൊണ്ട് ഏതായാലും ശരി, മരണം എല്ലാവരെയും സംബന്ധിച്ച് ബാധകമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. സ്തേഫാനോസ് എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം വിശുദ്ധനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അദ്ദേഹം വളരെ കുറച്ച് കാലം മാത്രം ജീവിച്ച ഒരാളാണ്. ജീവിതത്തിൻ്റെ മൂല്യം തീരുമാനിക്കുന്നത് ജീവിതത്തിൻ്റെ ദൈർഘ്യമല്ല. ജീവിതത്തിൻ്റെ മൂല്യം തീരുമാനിക്കുന്നത് ജീവിതത്തിൻ്റെ ദൈർഘ്യമല്ല. എങ്ങനെ ജീവിച്ചു, എങ്ങനെ മരിക്കുന്നു എന്നുള്ളതാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് അതിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നത്. സാധാരണക്കാർ പറയും, മരിക്കുമ്പം നെഞ്ചത്തടിച്ച് കരയാനുള്ള ചില മനുഷ്യരുണ്ടാവണം എന്ന് പറയും, അല്ലേ? അങ്ങനെ പറയും, കേട്ടിട്ടുണ്ടല്ലേ? നിങ്ങൾ മരിക്കുമ്പോൾ സങ്കടം വരണം മനുഷ്യർക്ക്. അങ്ങനെ ഒരു ജീവിതം നയിക്കുവാനുള്ള കടപ്പാട് നമുക്കുണ്ട്. ചില ആളുകളെക്കുറിച്ച് പറയുമ്പോൾ ഇവനൊന്ന് ചത്താൽ മതിയായിരുന്നു എന്നല്ലേ, ചത്ത് കട്ടിലൊഴിയുകയുമില്ല, ചാവുകയുമില്ല എന്ന നിലയിലുള്ള ജീവിതങ്ങളുണ്ട് കേട്ടോ. എന്നാൽ വി ക്യാൻ ഡൈ വെൽ. നമുക്ക് നന്നായി ജീവിക്കുവാൻ ദൈവകൃപയാൽ കഴിയും. അതിൻ്റെ അന്ത്യത്തിൽ മനോഹരമായ ഒരവസാനവും നമുക്ക് സാധ്യമാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. ഈ ദൈവ മനുഷ്യന് വളരെ ചുരുക്കമായ ഒരു കാലമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും ഇന്നും എബ്രായ ലേഖനകാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മരിച്ചിട്ടും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സ്തേഫാനോസ്. മരണം അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തെയും ജീവിതത്തെയും ഇല്ലായ്മ ചെയ്തില്ല. ഇന്നും അദ്ദേഹത്തെക്കുറിച്ച് വളരെ സജീവമായ ഓർമ്മകൾ നമ്മളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ വായിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. സ്തേഫാനോസിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു കൊള്ളിമീൻ പോലെ വന്ന് അപ്രത്യക്ഷമായ ഒരു വ്യക്തിയാണ്. എന്നാൽ താനായിരുന്ന കാലഘട്ടത്തിൽ ഒരു പക്ഷേ
സുവിശേഷത്തെയും ദൈവത്തിൻ്റെ പരിപാടികളെയും മറ്റുള്ള ഏതൊരു വ്യക്തിയെക്കാളും അധികം ഗ്രഹിച്ച ഒരാളാണ് സ്തേഫാനോസ്. He was a man with unique insight into the gospel and to the program of God. ദൈവത്തിൻ്റെ പരിപാടികളെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും ആഴമായ ബോധ്യമുള്ള കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യനായിരുന്നു സ്തേഫാനോസ്. അന്നുണ്ടായിരുന്ന അപ്പസ്തലന്മാരെക്കാളും കവിയുന്ന വേദശാസ്ത്ര പരിജ്ഞാനം അല്ലെങ്കിൽ ആഴമായ ദൈവിക അവബോധം സ്തേഫാനോസിന് ഉണ്ടായിരുന്നു. ഹി വാസ് എ മാൻ unequally insightful with regard to the gospel. സുവിശേഷത്തെ സംബന്ധിച്ച് അപാരമായ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. സഭയുടെ ചരിത്രത്തെ തിരിച്ചുവിട്ട ഒരു വ്യക്തിയാണ് സ്തേഫാനോസ്. സഭയുടെ ചരിത്രം നിങ്ങൾ അപ്പസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ അറിയാം. അപ്പസ്തല പ്രവൃത്തികൾ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ, ഞാൻ അത്രയും ശ്രദ്ധിച്ച് ഈ ദിവസങ്ങളിലാണ് വായിക്കുന്നത്, ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ നമുക്കറിയാം ആദ്യകാല സഭ എന്ന് പറയുമ്പോൾ അതിന് സ്വതന്ത്രമായ ഒരു നിലപാടുണ്ടായിരുന്നില്ല. ആദ്യകാല സഭ അവർ അപ്പസ്തലന്മാർ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു. എവിടെയായിരുന്നു ഇത്? ദേവാലയത്തിൽ. യഹൂദന്മാരുടെ ദേവാലയം, അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ, ക്രമീകരണങ്ങൾ ഇതുമായിട്ടൊക്കെ ഇടപഴകി അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അന്ന് സഭ മുൻപോട്ട് പോയിരുന്നത്. എന്നാൽ അത് ദൈവത്തിൻ്റെ പരിപാടിയല്ല എന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ ആളാണ് സ്തേഫാനോസ്. അതിനുവേണ്ടി അദ്ദേഹത്തിന് തൻ്റെ ജീവനെ തന്നെ കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ദൈവികമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഉള്ള വ്യക്തിയായിരുന്നു സ്തേഫാനോസ് എന്ന് നമുക്ക് വ്യക്തമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ സാധിക്കുന്നത് സുവിശേഷത്തിന് വേണ്ടിയും കർത്താവിന് വേണ്ടിയും എത്രയും സമർപ്പണം നമുക്ക് ആവശ്യമാണ്. നമുക്ക് പലപ്പോഴും സുവിശേഷവും കർത്താവും ഒക്കെ വിശ്രമവേളയിലെ ഒരു വിനോദ പ്രവൃത്തി അല്ലേ, അങ്ങനല്ലേ, ഹോബി എന്ന് പറയും അല്ലേ. സമയം കിട്ടുമ്പോൾ സൗകര്യമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അതിനുള്ളതായിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയൊക്കെ ചെയ്യാം. അതിന് സൗകര്യം വരുന്നില്ലെങ്കിൽ ഞാൻ കർത്താവിനെ വിടുമെന്ന് അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. എന്നാൽ സ്തേഫാനോസ് അചഞ്ചലമായി ദൈവം തന്നെ പരമേൽപ്പിച്ച സുവിശേഷത്തിന് വേണ്ടിയും കർത്താവിന് വേണ്ടിയും നിൽക്കുവാനായിട്ട് തീരുമാനിച്ച ആളാണ്. അതിന് എന്ത് വില കൊടുക്കുവാനും അദ്ദേഹം തയ്യാറാണ്. ആ നിലയിൽ അദ്ദേഹം നമ്മളുടെ മുൻപിൽ എല്ലായ്പ്പോഴും ഒരു വെല്ലുവിളിയാണ്. സുവിശേഷത്തെയും കർത്താവിനെയും ഒക്കെ ലാഘവമായി വിചാരിക്കുന്ന മനുഷ്യരുടെ മുൻപിൽ മരിച്ചാലും ജീവിച്ചാലും കർത്താവിന് വേണ്ടി എന്ന തീരുമാനമെടുത്ത ഒരു ദൈവഭക്തനാണ് സ്തേഫാനോസ്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ആ ഒരു തീരുമാനം നമുക്കും ആവശ്യമാണ് കേട്ടോ. നമുക്കൊരു പക്ഷേ നമുക്ക് ആർക്കും ജീവൻ കൊടുക്കേണ്ടതായിട്ട് വരില്ലായിരിക്കും, ദൈവത്തിന് സ്തോത്രം. പക്ഷേ അങ്ങനെ ഒരു സമർപ്പണം നമുക്ക് ആവശ്യമാണ്. കർത്താവിനെ സ്നേഹിക്കുവാൻ, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ കർത്താവ് യോഗ്യനാണ്. അതുകൊണ്ട് ഒരു ഭാഗികമായ സമർപ്പണത്തോടുകൂടെ ജീവിക്കാനുള്ള അനുവാദം നമുക്കില്ല. അപ്പോൾ ആ കാര്യം സ്തേഫാനോസ് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് ലൂക്കോസ് പറയുന്ന 7-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിലേക്ക് നമുക്കൊന്ന് വരാം. നിങ്ങൾ എന്നോടൊപ്പം അപ്പോസ്തല പ്രവൃത്തികൾ 7-ാമത്തെ അധ്യായത്തിലേക്ക് വരണം. അതിൻ്റെ 51 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. 51 അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗമാണ് അത്. ശാഠ്യക്കാരും ഹൃദയത്തിന് ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്ത് നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. നീതിമാനായവൻ്റെ വരവിനെക്കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകന്മാരും ആയിത്തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചു എങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവൻ്റെ നേരെ പല്ല് കടിച്ചു.
അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്കെ നിലവിളിച്ചു. ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവൻ്റെ നേരെ പാഞ്ഞു ചെന്നു. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരൻ്റെ കാൽക്കൽ വച്ചു. കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കുകയും അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. ഇതാണ് സ്തെഫാനോസിൻ്റെ മരണം എന്ന് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സ്തെഫാനോസിനെ കുറിച്ച് അല്ലെങ്കിൽ സ്തെഫാനോസിനെ വിരോധിക്കുവാൻ, സ്തെഫാനോസിനെ എതിർക്കുവാൻ ഈ നിലയിൽ വിചാരണ ചെയ്യാനുള്ള കാരണം, സ്തെഫാനോസ് 2 കാര്യങ്ങൾ പറഞ്ഞത് യഹൂദന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നതാണ്. 2 കാര്യങ്ങൾ സ്തെഫാനോസ് പറഞ്ഞു. എന്താ പറഞ്ഞത്? അവൻ ദേവാലയത്തിനെതിരായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു. കാരണം ദേവാലയം എൻ്റെ പൊന്നെ എന്തൊരു കൂടിയ കാര്യമാണ്, ഇല്ലയോ? ദേവാലയം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞത്, ഒരു പക്ഷേ $1 ബില്യൺ ഇന്നത്തെ കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ അത്രയും കച്ചവടം നടക്കുന്ന സ്ഥലമായി ദേവാലയം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ ആരാധനയുടെയും വിശ്വാസത്തിൻ്റെയും എല്ലാം കേന്ദ്രമായിരുന്നത് ദേവാലയമായിരുന്നു. അവിടെയാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത് എന്നാണ് അവർ വിചാരിച്ചത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടമാണ് അത്. എന്നാൽ സ്തെഫാനോസ് പറഞ്ഞു, ദൈവം മനുഷ്യനിർമ്മിതമായിരിക്കുന്ന ദേവാലയങ്ങളിൽ വസിക്കുന്നില്ല. ദൈവം ഇന്ന് വസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ്, അല്ലാതെ ദേവാലയങ്ങളിലല്ല. ആ ആശയം ആദ്യമായിട്ട് അല്ലെങ്കിൽ അത് പ്രസിദ്ധമാക്കി പറഞ്ഞത് സ്തെഫാനോസാണ്. ഇത് നമ്മൾ പറയൂലേ, ദൈവത്തിൻ്റെ സഭയെന്ന് പറയുന്നത് കെട്ടിടമല്ല, ദൈവത്തിൻ്റെ സഭയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ വീണ്ടും ജനിച്ച ദൈവമക്കളാണ്. അത് ആദ്യമേ പറഞ്ഞത്, അല്ലെങ്കിൽ അത് പ്രസിദ്ധപ്പെടുത്തിയത് സ്തെഫാനോസാണ്. അദ്ദേഹം പറഞ്ഞു, അന്നേരം യാക്കോബും പത്രോസും ഒക്കെ 3-ാം മണി നേരത്തും 4-ാം മണി നേരത്തും ഒക്കെ ദേവാലയത്തിലാണ് പോകുന്നത്. അവർക്ക് ദേവാലയത്തോടുള്ള സ്നേഹം അങ്ങനെ കുറഞ്ഞിട്ടില്ല, അങ്ങനെ വിട്ടുകളയാനായിട്ട് അവർക്ക് സാധിക്കില്ല. ദേവാലയത്തിൽ പോയതുകൊണ്ട് അത് വലിയ അപരാധമായി എന്നല്ല ഞാൻ ഈ പറയുന്നത്. എന്നാൽ ദേവാലയത്തിൻ്റെ ഭാഗമായി, യഹൂദ മതത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ തുടർന്നു പോകുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ മെശിഹയായി അംഗീകരിച്ച ഈ കൂട്ടം ആളുകൾ, അതിനെക്കുറിച്ച് ഒരു പ്രസംഗകൻ പറഞ്ഞതുപോലെ, സ്തെഫാനോസിൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞത്, ആകയാൽ നിങ്ങളുടെ ചാർച്ചക്കാരെയും പ്രതിഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്നത് സ്തെഫാനോസിൻ്റെ ദൈവസഭയോടുള്ള ഒരു നിർദ്ദേശമാണ്. ഈ പറയുന്ന കെട്ടുപാടുകളിൽ നിന്ന്, ഈ ബന്ധനങ്ങളിൽ നിന്നൊക്കെയും വേർപെട്ട് സ്വാതന്ത്ര്യത്തോടുകൂടെ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല, ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വന്നിരിക്കുന്നു, നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അത് സ്തെഫാനോസിന് പിടികിട്ടിട്ടോ. അദ്ദേഹം പറഞ്ഞു, ഈ ദേവാലയം ഒന്നുമല്ല ദൈവാരാധനയുടെ കേന്ദ്രമായിട്ടിരിക്കുന്നത്, പിന്നെയോ അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവമക്കൾ എവിടെ കൂടിയാലും ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം സ്തെഫാനോസ് പറഞ്ഞത് യഹൂദന്മാർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ന്യായപ്രമാണത്തിനെതിരായിട്ട് പറഞ്ഞു എന്നാണ്. ന്യായപ്രമാണത്തിനെതിരായിട്ട് സംസാരിച്ചു. ന്യായപ്രമാണത്തിൻ്റെ അനുസരണത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിച്ച് സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്നാണ് യഹൂദന്മാർ പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് വിചാരിച്ചത്. അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നും ഉണ്ടല്ലേ. എങ്ങനെയാണ് സ്വർഗത്തിൽ പോകുന്നത്? എങ്ങനെയാണ് പോകുന്നത്? നല്ലവരായിട്ട് ജീവിക്കണം അല്ലേ.
നല്ലവരായിട്ട് ജീവിച്ചാൽ സ്വർഗത്തിൽ പോകാം. പക്ഷെ നമ്മുടെ പ്രശ്നമെന്ന് പറയുന്നത് നല്ലവരായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ദൈവം ആവശ്യപ്പെടുന്ന നിലവാരമനുസരിച്ച് ആ നിലയിലുള്ള നന്മ മനുഷ്യർക്ക് സാധ്യമല്ല. അവർക്ക് ആ അനുസരണം സാധ്യമല്ല. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ അനുസരണത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിച്ച് സ്വർഗത്തിൽ പോകാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ദൈവം തന്നെ ഒരു മനുഷ്യനായി ലോകത്തിലേക്ക് വന്ന് നമ്മുടെ പാപത്തിൻ്റെ കുറ്റം തന്നെ മേൽ ഏറ്റെടുത്ത് ആ ശിക്ഷ വഹിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്. യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം, അല്ലാതെ നമ്മുടെ പ്രവൃത്തിയല്ല എന്നുള്ള കാര്യവും സ്തേഫാനോസ് പറഞ്ഞു. ഇത് രണ്ടും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അദ്ദേഹത്തെ വിചാരണയ്ക്കായിട്ട് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയ ആൾക്കാർ പറഞ്ഞെന്തായിരുന്നു? എന്താ പറഞ്ഞേ? അവൻ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു? ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ പ്രകാശിച്ചു എന്ന്. ദൈവദൂതൻ്റെ മുഖം പോലെ. എൻ്റെ മുഖം അങ്ങനെ ഒന്ന് പ്രകാശിച്ചായിരുന്നെങ്കിൽ എന്തോരം നല്ലതായിരുന്നു. പക്ഷേ അത്രയൊരു പ്രകാശമില്ല. എന്നാലും രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ മുഖത്തൊരു സന്തോഷമുണ്ട്. ഇല്ലയോ പ്രസന്ന സഹോദരാ? ഉണ്ട്. ദൈവമക്കൾക്ക് അതിൻ്റെതായിരിക്കുന്നൊരു സന്തോഷമുണ്ട്. ദൈവദൂതൻ്റെ മുഖം പോലെ പ്രകാശിച്ചു. അപ്പോൾ അവൻ്റെ പ്രതിയോഗികളും അവനെ ആക്രമിക്കാൻ നിൽക്കുന്ന ആളുകളും ഇത് കണ്ടു കേട്ടോ. പക്ഷേങ്കിൽ അവർ ഹൃദയത്തിലേക്ക് അതങ്ങോട്ട് കടന്ന് കയറിയില്ല. അവർ ഇദ്ദേഹം പറയുന്ന കാര്യം അങ്ങനെ ശ്രദ്ധിക്കാനായിട്ട് മനസ്സു വെച്ചില്ല. അപ്പോൾ അതിന് വിശദീകരണം 2 ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് 7-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. അതാ ഇത് അങ്ങനെ തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിൻ്റെ എന്ന് പറഞ്ഞാണ് 7-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. അപ്പോൾ 7-ാമത്തെ അധ്യായം നിങ്ങൾ വായിച്ചാൽ ഈ പറഞ്ഞ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എങ്ങനെയാണ് സ്തേഫാനോസ് പറഞ്ഞതെന്ന് അത്ര വ്യക്തമല്ല കേട്ടോ. നല്ല ശ്രദ്ധിച്ച് വായിച്ചെങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. എന്നാൽ മഹാപുരോഹിതൻ ചോദിച്ചു, നിനക്കെതിരായിട്ട് 2 ആരോപണം വന്നിട്ടുണ്ട്. നീ ദേവാലയത്തിനെതിരായിട്ട് പറയുന്നു, അതുപോലെ തന്നെ ന്യായപ്രമാണത്തിനെതിരായിട്ട് സംസാരിക്കുന്നു എന്നുള്ള ആരോപണം വന്നിട്ടുണ്ട്. അതിന് മറുപടി പറയണം. ഇത് അങ്ങനെ തന്നെയോ എന്ന് ചോദിച്ചതിന്. അപ്പോഴാണ് സ്തേഫാനോസ് ഈ പ്രസംഗം നടത്തുന്നത്. അപ്പോൾ ഈ പ്രസംഗം അവർ പറഞ്ഞ ആരോപണങ്ങൾക്ക് നേരെയുള്ള അതിന് മറുപടിയായിട്ടാണ് അദ്ദേഹം ഈ പ്രസംഗം നടത്തുന്നത്. അപ്പോൾ ആദ്യമൊക്കെ പ്രസംഗം കേട്ടാൽ നമുക്കറിയാം, അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഇസ്രയേലിൻ്റെ ചരിത്രം അവരുടെ മുൻപിൽ അവതരിപ്പിച്ചു. അവർക്കത് വളരെ ഇഷ്ടമായി. എന്നാൽ നമ്മൾ ഈ വായിച്ച വേദഭാഗത്ത് വരുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ടോണ് അല്ലെങ്കിൽ പ്രസംഗത്തിൻ്റെ ആ ഒരു രീതി വ്യത്യാസപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. അതുവരെയൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോഴൊക്കെ കുറ്റം പറഞ്ഞു കേട്ടോ, എങ്കിലും അത്രയും കാർക്കശ്യമായിട്ടല്ല അദ്ദേഹം സംസാരിച്ചത്. ഒരു മയത്തിലൊക്കെയാണ് സംസാരിച്ചത്. എന്നാൽ ഈ 51-ാമത്തെ വാക്യം മുതലാണ് യഥാർത്ഥമായിട്ട് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഇവർക്ക് വളരെ കോപം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞത് 51-ാമത്തെ വാക്യം മുതലാണ്. അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഇതൊരു കോടതിയാണ് കേട്ടോ. അപ്പം സംഘത്തിലുള്ളതായിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ മുൻപാകെ ജഡ്ജിയും വക്കീലും എല്ലാം ഉള്ള ഒരു സംവിധാനമാണ്. അവരുടെ മുൻപിലാണ് പ്രതിയായിട്ട് സ്തേഫാനോസ് നിൽക്കുന്നത്. എന്നാൽ 51-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന ഉടനെ നിങ്ങൾ ശ്രദ്ധിച്ചോ? വാദി പ്രതിയായല്ലോ, അല്ലേ? അപ്പം സ്തേഫാനോസ് പറയുന്ന കാര്യം ഞാൻ ഇന്ന കാര്യങ്ങളാൽ കുറ്റക്കാരനല്ല എന്ന കാര്യമല്ല, നിങ്ങൾ ഇന്ന കാരണങ്ങളാൽ കുറ്റക്കാരാണ് എന്ന കാര്യമാണ് 51 മുതലുള്ള വാക്യങ്ങളിൽ സ്തേഫാനോസ് അവരോട് പറയുന്നത്. നിങ്ങൾ കുറ്റക്കാരാണ്, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്താനായിട്ടും ശിക്ഷിക്കാനായിട്ടും ഒക്കെയാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നുള്ളത് ശരിയാ. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കോടതിയുടെ മുൻപാകെ നിങ്ങൾ കുറ്റക്കാരാണ് എന്ന കാര്യമാണ് ആദ്യമായിട്ട് സ്തേഫാനോസ് അവരോട് പറയുന്നത്. യു ആർ ഗിൽറ്റി. മനുഷ്യൻ്റെ കോടതിയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാം, എന്നാൽ ദൈവത്തിൻ്റെ കോടതിയിൽ നിങ്ങൾ കുറ്റക്കാരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഞാൻ അതിനോട് ചേർത്തൊരു പ്രസ്താവന പറയാം. സഹോദരങ്ങളെ, ഞാൻ പറയാം, മനുഷ്യർ വിധിക്കുന്നതല്ല കേട്ടോ ആത്യന്തികം. മനുഷ്യരുടെ വിധിക്കൊക്കെ ഒരു പരിധിവരെയുള്ള പ്രാധാന്യം ഉണ്ടെന്നുള്ളത് ശരിയാണ്. എന്നാൽ ആത്യന്തികമായി നമ്മൾ വിധിക്കുന്നത് ദൈവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മുൻപാകെ നമ്മുടെ നിലപാട് എന്താണ് എന്നതിനാണ് ഏറ്റവും പ്രാധാന്യം.
ദൈവത്തിന് മുൻപാകെ നമ്മുടെ നിലപാട് എന്താണ് എന്നതിനാണ് ഏറ്റവും അധികം പ്രാധാന്യം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്ത് നിൽക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നന്നായി മരിക്കാൻ കഴിയുന്നത്? അതാണല്ലോ എൻ്റെ പ്രസംഗത്തിൻ്റെ തലവാചകം, അതല്ലേ, ഹൗ ക്യാൻ വി ഡൈ വെൽ. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ വിശദീകരണമായി അല്ലെങ്കിൽ ആ ചോദ്യത്തിനുള്ള മറുപടിയായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നാം കർത്താവായ യേശുക്രിസ്തുവിനോടും സുവിശേഷത്തോടും കാണിക്കുന്ന നമ്മളുടെ സ്നേഹമാണ്, അല്ലെങ്കിൽ അതിനോട് കാണിക്കുന്ന അനുസരണമാണ് നമ്മളുടെ ജീവിതത്തെയും മരണത്തെയും മനോഹരമാക്കുന്നത്. അതാണ് ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തെയും മരണത്തെയും മനോഹരമാക്കുന്നത് സുവിശേഷത്തോടും കർത്താവിനോടും നാം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം ആദ്യമേ അതിനെക്കുറിച്ചാണ് ഇവിടെ സ്തേഫാനോസ് പറയുന്നത്. എങ്ങനെയാണ് സുവിശേഷത്തോട് അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോട് മനുഷ്യർ പ്രതികരിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇവിടെ സ്തേഫാനോസ് പറയുന്നത്. എങ്ങനെയാണ് പ്രതികരിച്ചത്? മനുഷ്യരെങ്ങനെയാണ് പ്രതികരിച്ചത്? സുവിശേഷത്തോട് എങ്ങനെയാണ് മനുഷ്യർ പ്രതികരിക്കുന്നത്? സുവിശേഷത്തോട് പ്രതികരിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് ഗ്രൂപ്പിലേ ഉള്ളൂ ആളുകൾ, കേട്ടോ. അല്ലെങ്കിൽ ആളുകളെ നമുക്ക് രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കാം. സുവിശേഷം സ്വീകരിക്കുന്ന ആളുകൾ, സുവിശേഷം നിരാകരിക്കുന്ന ആളുകൾ. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പറയാം, രക്ഷിക്കപ്പെടുന്ന നമുക്കും നശിച്ചു പോകുന്ന മനുഷ്യരും. അങ്ങനെ രണ്ടായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇരിക്കുന്നത്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തോട് സുവിശേഷത്തോട് കർത്താവായ യേശുക്രിസ്തുവിനോട് എതിർക്കുന്നതായിരിക്കുന്ന മനുഷ്യരുടെ പ്രതികരണമാണ് നമ്മൾക്ക് 51-ാമത്തെ വാക്യത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഹൗ ഡു ദ പീപ്പിൾ ഓഫ് ദ വേൾഡ് ഹു ഒപ്പോസ് ദ ഗോസ്പൽ റെസ്പോണ്ട് ടു ക്രൈസ്റ്റ് ആൻഡ് ദ ഗോസ്പൽ? സുവിശേഷത്തോടും കർത്താവായ യേശുക്രിസ്തുവിനോടും എങ്ങനെയാണ് മനുഷ്യർ പ്രതികരിക്കുന്നത്? അപ്പോൾ അത് പറഞ്ഞു, ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരും ആയുള്ളവരെ. ശാഠ്യം എന്ന് പറഞ്ഞ വാക്കിൻ്റെ മൂല ഭാഷ അതിന് നോക്കിയാൽ അറിയാം. ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടെ പച്ചയായിട്ടാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റിഫ് നെക്ട് എന്നാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. പറഞ്ഞാൽ സ്റ്റിഫ് നെക്ക് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡോക്ടർമാർക്ക് അറിയാൻ കേട്ടോ, കഴുത്തിടലുക എന്നൊക്കെയാണ് ഞങ്ങൾ പറയുന്നത്. കഴുത്തിടലുക അങ്ങനെ ഇരിക്കും, ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ ചിരിക്കാൻ നിൽക്കത്തില്ല, അല്ലേ? കഴുത്തിടലിയ ആൾക്കാരെ അറിയത്തില്ലയോ? ഇങ്ങനെ അവർ എന്തോ എറികണ്ണിട്ട് നോക്കുന്ന പോലെ അങ്ങനെ നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചത്. എൻ്റെ പൊന്നെ, അങ്ങനെ മനപ്പുറം നിൽക്കുന്നു പോലെ കഴുത്ത് തിരിയത്തില്ല. ഇങ്ങനെ തിരിക്കാൻ നോക്കുമ്പോൾ കഴുത്ത് തിരിയത്തില്ല, ഭയങ്കര വേദനയാണ്. അപ്പോൾ അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെയാണ് ഈ ശാഠ്യം എന്ന് പറയുന്നത്. എന്തു പറഞ്ഞാലും തിരിയത്തില്ല കേട്ടോ, ഇങ്ങനെ നിൽക്കുക. മനുഷ്യർ അവർ പിടിച്ചതായ ആശയങ്ങളിൽ, അവരുടെ പാപത്തിൽ അങ്ങനെ പിടിച്ചു തൂങ്ങി കടിച്ചു പിടിച്ച് നിൽക്കുന്ന ആ മത്സര മനോഭാവത്തെയാണ് ശാഠ്യം എന്ന് പറയുന്നത്. അതാണ് മനുഷ്യരുടെ പൊതുവായിരിക്കുന്ന പ്രതികരണം. അതാണ് സുവിശേഷം പറയുമ്പോൾ എന്താ ആൾക്കാർ പറയുന്നത്? എൻ്റെ പൊന്നെ, ഇങ്ങനെ നിൽക്കുകയല്ലാതെ ഒരു മയമില്ല, ശാഠ്യമാണ്. ദൈവത്തോട് മത്സരിക്കുന്നത് എൻ്റെ പൊന്നു സഹോദരങ്ങളെ അപകടമാകട്ടോ. ദൈവത്തോട് മത്സരിക്കുന്നത് അപകടകരമായ കാര്യമാണ്. ഇത് അവിശ്വാസികളുടെ പ്രതികരണമാകട്ടോ. അതായത് ശാഠ്യം എന്ന് പറയുന്ന അവിശ്വാസികളുടെ പ്രതികരണമാണ്. എന്നാൽ വിശ്വാസികൾക്ക് ഇതുണ്ടോ? ശാഠ്യമുണ്ടോ? ശാഠ്യമുള്ള വിശ്വാസികളുണ്ടോ? അയ്യോ, ശാഠ്യമുള്ള വിശ്വാസികളുണ്ടെന്നേ പറഞ്ഞാൽ കേൾക്കില്ല. ഒരു ഭർത്താവ് ഭാര്യയെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഭർത്താവ് പറഞ്ഞു, ഭാര്യയ്ക്ക് 98 ഗുണവും 2 ദോഷവുമാണുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ 2 ദോഷമേ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ആ ദോഷം പറയാമല്ലോ. വിളിച്ചാൽ വരികയുമില്ല, പറഞ്ഞാൽ കേൾക്കുകയുമില്ല. ഈ 2 ദോഷമേ ഉള്ളൂ, ബാക്കി എല്ലാം ഗുണമാണ്. വിശ്വാസികൾ, അങ്ങനെയുള്ള വിശ്വാസികളുണ്ട് കേട്ടോ. വിളിച്ചാൽ വരികയുമില്ല, പറഞ്ഞാൽ കേൾക്കുകയുമില്ല, ദൈവം പറയുന്നത് കേൾക്കത്തില്ല. അങ്ങനെയുള്ള ശാഠ്യം വിശ്വാസികൾക്ക് സാധ്യമാണ്. അത് അവിശ്വാസികളുടെ പ്രത്യേകതയാണ്. ദൈവത്തെ ശ്രദ്ധിക്കുവാൻ അവർക്ക് മനസ്സില്ല, ദൈവം പറയുന്നത് കേൾക്കുകയല്ല.
അയ്യോ, അതെന്തൊരു സങ്കടമാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാം, ദൈവം പറയുന്നത് കേൾക്കുന്നത് തന്നെയാണ് നമ്മുടെ അനുഗ്രഹം. കേട്ടോ, ദൈവത്തോട് മത്സരിക്കുന്നതും ദൈവത്തോട് എതിർക്കുന്നതും നമുക്ക് നാശമാണ്, അത് നമുക്ക് നഷ്ടമാണ്. ചില ആളുകളൊക്കെ ദൈവത്തിനെതിരെ അങ്ങ് എതിർത്തങ്ങ് നിൽക്കുക. അവർ പറയുന്നത് ഇതാ വലിയ ഇത്ര ഒരു അനുഗ്രഹം വന്നല്ലോ എന്നാണ് ചിലർ പറയുന്നത്. ദൈവത്തെ എതിർക്കാൻ സമയം കിട്ടിയല്ലോ. അയ്യോ, നിലത്ത് വന്നേ ഉള്ളൂ സമ്മാനം. കേട്ടോ, എത്ര പൊങ്ങിച്ചാടിയാലും നിലത്ത് വന്നേ ഉള്ളൂ സമ്മാനം. കാലം കണക്ക് ചോദിക്കുന്ന ഒരു സമയം വരും. ദൈവത്തോട് മത്സരിക്കുന്ന മനുഷ്യന് അതിൻ്റെ ഫലം, അല്ലെങ്കിൽ പൗലോസ് പറയുന്ന പോലെ ദൈവത്തെ ആർക്കും പരിഹസിച്ചുകൂടാ. ഒരു മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അപ്പം അതുകൊണ്ട് ദൈവത്തോട് മത്സരിക്കുന്നത് ഭയങ്കര അപകടമാണ്. അവർ സ്തേഫാനോസ് അവരോട് പറഞ്ഞു, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ, നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ ദൈവത്തോട് മത്സരിച്ചൊരു ചരിത്രമാണ് മനുഷ്യനുള്ളത്. അതുകൊണ്ട് മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ടും അവൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കൊണ്ടും ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്നുള്ള ചിന്ത വിട്ടേക്കാൻ പറഞ്ഞു. ദൈവം കരുണ ചെയ്യുകയല്ലാതെ നമ്മുടെ തന്നെ നന്മ കൊണ്ടും നമ്മളുടെ പ്രവൃത്തികൾ കൊണ്ടും നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. കഴിഞ്ഞ ദിവസം ജോൺ മക്കാർതർ എന്ന് പറയുന്ന ദൈവദാസൻ, അദ്ദേഹം മരിച്ചുപോയല്ലോ. അദ്ദേഹം CNN ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് കുറച്ച് കാലം മുമ്പാണ്. അവിടെ ലാരി കിങ് എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തത്. കുറച്ച് വേറെ പാനലിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ ലാരി കിങ് പറഞ്ഞു, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ പോകൂ എന്ന് പറയുന്നത് അന്യായമാണ്, നീതിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി എനിക്ക് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പൊന്നു സ്നേഹിത, നമുക്ക് ആവശ്യമായിരിക്കുന്നത് നീതിയല്ല, നമുക്ക് ആവശ്യമായിരിക്കുന്നത് കരുണയാണ് എന്ന് പറഞ്ഞു. നാം ദൈവത്തിൻ്റെ നീതി അനുസരിച്ച് നമ്മളെ വിധിക്കുവാൻ ദൈവം തീരുമാനിച്ചാൽ ഒരു മനുഷ്യനും രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. ദൈവം നമ്മളോട് കരുണ ചെയ്യുന്നത് കൊണ്ടാണ്. തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടെ നമ്മളോട് കൃപ കാണിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചു എന്നുള്ളതാണ് നമ്മളുടെ രക്ഷയുടെ അടിസ്ഥാനമായിരിക്കുന്നത്. പറഞ്ഞു, യു ലുക്ക് അറ്റ് യുവർ ഹിസ്റ്ററി, നിങ്ങളുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കുക. നിങ്ങൾ ശാഠ്യമുള്ള മനുഷ്യരാണ്. ദൈവത്തോട് മത്സരിച്ച ചരിത്രമാണ് മനുഷ്യന്, അല്ലെങ്കിൽ ഇസ്രായേലിന് പറയാനായിട്ടുള്ളത്. അതാണ് എല്ലാ മനുഷ്യർക്കും പറയാനായിട്ടുള്ളത്. നമ്മളുടെ ഒക്കെ ചരിത്രം അതാ. കേട്ടോ, ദൈവം പറഞ്ഞത് കേൾക്കാതിരുന്നൊരു കാലം എന്ന നിലയിലാണ് നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് പറയാൻ പറ്റുന്നത്. പിന്നെ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ വചനത്തിന് ചെവി കൊടുക്കുവാൻ നമുക്ക് ഭാഗ്യമുണ്ടായി എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കരുണയാലാണത് സാധിച്ചത്. ശാഠ്യക്കാരായ മനുഷ്യർ. പിന്നെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞ കാര്യം, ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവർ. അതെന്തുവാ ആ സാധനം? എന്തുവാ ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന? പരിച്ഛേദന എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, കണ്ടിച്ച് കളയുന്ന അല്ലേ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് മത്സരിക്കുന്ന മനോഭാവം ദൈവം തന്നെ നീക്കം ചെയ്യണം. അല്ലാതെ ദൈവത്തോടുള്ള മത്സരം അവസാനിക്കില്ല. ഹൃദയത്തിന് പരിച്ഛേദന വരണം. അതിനെക്കുറിച്ച് യെരമ്യാ പ്രവാചകൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്ത് പറയും? ഒരു പുതിയ ഹൃദയം ഉണ്ടാകണം. ദൈവം നമ്മളെ ഹൃദയത്തെ വ്യത്യാസപ്പെടുത്താതെ, നമുക്കൊരു പുതിയ ഹൃദയം കിട്ടാതെ ദൈവത്തെ അനുസരിച്ച് ജീവിക്കാനായിട്ട് മനുഷ്യർക്ക് സാധിക്കുകയില്ല. കാരണം രക്ഷിക്കപ്പെടാത്ത മനുഷ്യൻ്റെ ഹൃദയം ദുഷ്ടഹൃദയമാണ്, ദൈവത്തോട് മത്സരിക്കുന്ന ഹൃദയമാണ്. എന്നാൽ ദൈവത്തിൻ്റെ കരുണയിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു പുതിയ ഹൃദയം തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട ആളുകൾ ഒരു പുതിയ ഹൃദയമുള്ള ആൾക്കാരാകട്ടോ. നമ്മുടെ ഹൃദയം കഠിനമായ ദൈവത്തോട് മത്സരിക്കുന്ന ആ ഹൃദയം മാറ്റി മൃദുലമായിരിക്കുന്ന, ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഹൃദയമാണ് നമുക്ക് കർത്താവ് തന്നിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം ഇന്നും കഠിനമാണെങ്കിൽ, ദൈവത്തോടുള്ള സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ ഒട്ടുമില്ലെങ്കിൽ, നിങ്ങൾ രക്ഷിക്കപ്പെടണം. നിങ്ങൾക്ക് പുതിയ ഹൃദയം കിട്ടിയിട്ടില്ല എന്നതിൻ്റെ തെളിവാണത്. അപ്പോൾ ഹൃദയത്തിനും ചെവിക്ക് പരിച്ഛേദനയില്ലെന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞത് കേൾക്കത്തില്ല. ശാഠ്യത്തിൻ്റെ വേറെ ഒരു രൂപമാണ് ഈ ചെവിക്ക് പരിച്ഛേദനയില്ലാത്ത ആൾക്കാരെന്ന് പറയുന്നത്. കേൾക്കത്തില്ല, പറഞ്ഞാൽ കേൾക്കത്തില്ല. അഥവാ കേട്ടാൽ എന്താ പറയാൻ പറ്റുക? ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ അങ്ങ് പോകും, അനുസരിക്കത്തില്ല. അതാണ് അവരുടെ പ്രശ്നമെന്ന് പറയുന്നത്. ചെവിക്കും ഹൃദയത്തിനും പരിച്ഛേദനയില്ലാത്ത ആളുകൾ. അവിടെ
ന്യായപ്രമാണത്തിന് വിരോധമായി സംസാരിച്ചു എന്നാണ് സ്തേഫാനോസിനോടുള്ള പരാതി. അതാകട്ടോ, ന്യായപ്രമാണത്തിന് വിരോധമായിട്ട് സംസാരിച്ചു. ന്യായപ്രമാണം അനുസരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല, കാരണം നിങ്ങളുടെ ഹൃദയം പരിച്ഛേദനയേറ്റതല്ല, നിങ്ങളുടെ കാതുകൾക്ക് പരിച്ഛേദനയില്ല. ദൈവം പറയുന്നത് നിങ്ങൾ കേൾക്കുവാൻ നിങ്ങൾക്ക് മനസ്സില്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് ന്യായപ്രമാണത്തിൽ ആശ്രയിച്ച് രക്ഷപ്പെടാമെന്നുള്ള ആ ആഗ്രഹം ഉപേക്ഷിച്ചേക്കാനാണ് സ്തേഫാനോസ് അവരോട് പറയുന്നത്. ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന നൽകി ദൈവം നമ്മളെ ഹൃദയങ്ങളെ വ്യത്യാസപ്പെടുത്തി രൂപാന്തരപ്പെടുത്തി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സുവിശേഷം സ്വീകരിക്കുവാൻ നമുക്ക് മനസ്സ് തന്ന് ആ നിലയിലല്ലാതെ രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു മനുഷ്യന് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. മനുഷ്യൻ ദൈവത്തോട് മത്സരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്തുവാ? മനുഷ്യന് ദൈവത്തോട് മത്സരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്തുവാ? ഏറ്റവും വലിയ തെളിവെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ അവർ തിരസ്കരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ തെളിവ്. ദൈവത്തോട് മനുഷ്യൻ മത്സരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് യേശുക്രിസ്തുവിനെ മനുഷ്യർ പകയ്ക്കുന്നു എന്നുള്ളതാണ്. നമ്മളുടെ പഴയ ഒരു പ്രസംഗകനുണ്ടല്ലോ, തിരുവട്ടാർ കൃഷ്ണൻകുട്ടി. അദ്ദേഹം നമ്മുടെ ബോബി ജോർജ് സഹോദരൻ ഇഷ്ടമാണ് തിരുവട്ടാറിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ഒരുമിച്ച് പരസ്യയോഗങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, യേശുക്രിസ്തുവിനെതിരെ നിങ്ങൾക്ക് പറയുവാൻ എന്ത് കാരണമാണുള്ളത്? യേശുക്രിസ്തുവിനെ തിരസ്കരിക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് കാരണമാണ് പറയാനുള്ളത്? യേശുക്രിസ്തുവിനെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞേ. കർത്താവ് ഭയങ്കര ക്രൂരനാണ്, അയ്യോ കർത്താവിൻ്റെ കൂടെ എങ്ങനെയാണ് നടക്കുന്നത് എന്നില്ലയോ? അങ്ങനെ പറയാൻ പറ്റുമോ? കർത്താവ് സ്നേഹിച്ചതുപോലെ മറ്റാരും സ്നേഹിച്ചിട്ടില്ലല്ലോ. വൈ വുഡ് യു ഹെയ്റ്റ് മൈ ജീസസ്? എൻ്റെ കർത്താവിനെ എതിർക്കുവാൻ, കർത്താവിനെ ഉപേക്ഷിക്കുവാൻ നിങ്ങൾക്ക് എന്ത് കാരണമാണുള്ളത്? ഒരു കാരണമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ശാഠ്യവും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തതുമായ മനുഷ്യരാണ് എന്ന് തെളിയിക്കുന്ന കാര്യമാണ് യേശുക്രിസ്തുവിനെ നമ്മൾ ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്ന കാര്യം, അല്ലയോ? പ്രസന്ന സഹോദര, കർത്താവിനെ സ്നേഹിക്കാതിരിക്കാൻ വല്ല കാരണമുണ്ടോ? അപ്പസ്തലനായ പൗലോസ് പറയുമ്പോൾ പറയും, നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാത്ത ഏവന് ശപിക്കപ്പെട്ടവൻ. യേശുക്രിസ്തുവിനെതിരെ പറയുവാൻ, യേശുക്രിസ്തുവിനെ തിരസ്കരിക്കുവാൻ, യേശുക്രിസ്തുവിനെതിരെ നിൽക്കുവാൻ ഒരു കാരണവും ഈ ലോകത്തിന് മനുഷ്യർ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നിട്ട് എന്താ മനുഷ്യർ ദൈവത്തെ എതിർക്കുന്നത്? യേശുക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്നതിന് കാര്യം എന്താ? അതിൻ്റെ കാരണം അവരുടെ ഹൃദയം പരിച്ഛേദനയില്ലാത്തതും അവരുടെ ചെവിക്ക് പരിച്ഛേദനയില്ലാത്തതും അവർ ശാഠ്യമുള്ള ദൈവത്തോട് മത്സരിക്കുന്ന മനുഷ്യരാണ് എന്നുള്ളത് കൊണ്ടാണ് ചെയ്യുന്നത്. യേശുക്രിസ്തുവിനെ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല കേട്ടോ. യേശുക്രിസ്തു സ്തേഫാനോസ് സംസാരിക്കുന്നതായിരിക്കുന്ന ആളുകൾ, തൻ്റെ കേൾവിക്കാരായിരിക്കുന്ന ആളുകൾ യേശുക്രിസ്തുവിനെ കൊല ചെയ്തതായിരിക്കുന്ന ആളുകളാണ്. യേശുക്രിസ്തുവിനെ കൊല, അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. നീതിമാനായവൻ്റെ വരവിനെക്കുറിച്ച് മുന്നറിയിച്ചവരെ കൊന്നുകളഞ്ഞു. അവനിപ്പോൾ നിങ്ങൾ ദ്രോഹികളും കൊലപാതകന്മാരുമായി തീർന്നു. ദ്രോഹികളും കൊലപാതകന്മാരുമായി തീർന്നു. ദ്രോഹി എന്നുള്ള വാക്ക് തള്ളിക്കളയുന്നവനെന്നാണ് അതിൻ്റെ. ദ വൺ ഹു ബിട്രേഡ് ജീസസ്. യൂദാസ് ചെയ്തതുപോലെ യേശുക്രിസ്തുവിനെ തള്ളി പറയുക. യൂദാസിനോടും ചോദിക്കാനുള്ളത്, യൂദാസേ, നീ എന്തിനാണ് യേശുക്രിസ്തുവിനെ തള്ളി പറഞ്ഞത്? ഒറ്റിക്കൊടുത്തത് എന്തിനാ? യൂദാസേ, കർത്താവിൽ എന്ത് കുറ്റമാണ് നീ കണ്ടത്? ഈ മനുഷ്യനെ കൊന്നുകളയണം എന്ന് നിൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കുവാൻ, അവനെ ഒറ്റിക്കൊടുക്കണമെന്ന് ചിന്തിക്കുവാൻ നിന്നെ നിർബന്ധിച്ച കാരണം എന്താണ്? എന്തായിരിക്കും യൂദാസ് പറയുക? യൂദാസ് പിന്നെ ഈ ഭയങ്കര ഈ ദുഷ്ടത പ്രവർത്തിച്ചതിന് ശേഷം ഒരു ചെറിയ മനസാക്ഷിക്കുത്ത് വന്നു കേട്ടോ. അവൻ പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്തു. ദർ ഇസ് നോ റീസൺ. യേശുക്രിസ്തുവിനെ പകയ്ക്കുവാൻ, യേശുക്രിസ്തുവിനെ തള്ളിക്കളയുവാൻ, യേശുക്രിസ്തുവിനെ സ്നേഹിക്കാതിരിക്കുവാൻ ഒരു കാരണവുമില്ല. അത് മനുഷ്യർ ചെയ്യുന്നു എന്നുള്ളത് അവരുടെ ദുഷ്ടതയെ വെളിവാക്കുന്നതായ കാര്യമാണ്. ദൈവത്തോട് മത്സരിക്കുന്ന, ദൈവത്തെ വെറുക്കുന്ന ആളുകളാണ് നമ്മൾ എന്ന് തെളിയിക്കുന്ന കാര്യമാണ്. അവർ നിങ്ങൾ ദ്രോഹികളും കൊലപാതകന്മാരുമായി തീർന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ കൊല്ലാനായിട്ട് മനസ്സ് വെച്ചു അല്ലേ? എന്തൊരു ഭയങ്കരം അല്ലേ? കർത്താവിൻ്റെ മുഖത്തേക്ക് തുപ്പാനായിട്ട് മനസ്സിന് സാധിച്ചു. എന്തൊരു ഭയങ്കരമാണെന്ന് വെറുതെ.
താൻ സംസാരിച്ചതുപോലെ ആരും സംസാരിച്ചിട്ടില്ലല്ലോ. താൻ ചെയ്ത അപരാധം എന്താണ്? കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയതാണോ? അന്ധന്മാരായിരിക്കുന്ന ആളുകൾക്ക് കാഴ്ച കൊടുത്തതാണോ? വിശന്നിരുന്ന മനുഷ്യർക്ക് അപ്പം കൊടുത്തതാണോ? അതാണോ യേശുക്രിസ്തു ചെയ്ത കുറ്റം? അവനെ കൊല ചെയ്യുവാനുള്ള കാരണം എന്താണ്? നിങ്ങൾക്ക് എങ്ങനെ അതിന് മനസ്സ് വന്നു? നിങ്ങൾക്ക് എങ്ങനെ അത് സാധിച്ചു? സാധിച്ചതിൻ്റെ കാരണം നിങ്ങൾ ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്ത മനുഷ്യരാണ്, നിങ്ങൾ ശാഠ്യക്കാരാണ്, നിങ്ങൾ ദൈവത്തോടും മത്സരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, യേശുക്രിസ്തുവിനോടുള്ള പ്രതികരണം ദൈവത്തെ അനുസരിക്കുവാൻ മനുഷ്യർക്ക് മനസ്സില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ന്യായപ്രമാണമൊക്കെ കിട്ടി കേട്ടോ, പക്ഷെങ്കിൽ ന്യായപ്രമാണം അനുസരിച്ച് ആരും ജീവിച്ചിട്ടില്ല. ഒരു നിലയിൽ പറയുകയാണെങ്കിൽ ന്യായപ്രമാണം അനുസരിച്ച് സ്വർഗത്തിൽ പോകാൻ പറ്റും കേട്ടോ. ന്യായപ്രമാണം അനുസരിച്ച് സ്വർഗത്തിൽ പോകാനായിട്ട് സാധിക്കും. പക്ഷേ 100% അനുസരിക്കണം. അത് ജനനം മുതൽ മരണം വരെ അനുസരിക്കണം. ചിലപ്പം നമുക്ക് ഭക്തി അങ്ങോട്ട് വരും ചില അവസരങ്ങളിൽ, ഞാൻ അനുസരിക്കുമെന്ന് പറയും. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു, ഞാനും അമേരിക്കൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പാപം ചെയ്യണ്ടെന്ന് തീരുമാനിച്ചാൽ വന്ന് എൻ്റെ മോനെ പിറ്റേ ദിവസം വരുമ്പോഴേ തീരുമാനം മാറി. അപ്പം ഈ പറയുന്ന പരിപാടി അനുസരണമെന്ന് പറയുന്നത് വല്ലപ്പോഴുമുള്ള അനുസരണമല്ല കേട്ടോ, ആവേശം വരുമ്പോഴുള്ള അനുസരണവുമല്ല. ദൈവസ്വീകാര്യമായ രീതിയിൽ സമ്പൂർണമായിരിക്കുന്ന ഈ അനുസരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് ലോകത്തിലൊരു മനുഷ്യനും ചെയ്യാൻ കഴിയുകയില്ല, അവൻ ചെയ്യുന്നില്ല എന്നതാണ് ബൈബിൾ പറയുന്ന കാര്യം. അത് യാഥാർത്ഥ്യമാണ്, അത് മനുഷ്യർക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കുന്ന കാര്യം. ഒരു മനുഷ്യൻ മാത്രമേ ന്യായപ്രമാണം മുഴുവൻ നിവർത്തിച്ചിട്ടുള്ളൂ, അത് യേശുക്രിസ്തുവാണ്. ദൈവം പറഞ്ഞത് മുഴുവനും ചെയ്ത കർത്താവായ യേശുക്രിസ്തു മരിക്കുന്നതിന് തലേരാത്രിയിൽ എന്താ പറഞ്ഞത്? എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ച സകല കാര്യവും ഞാൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എത്ര അത്ഭുതകരമായ പ്രസ്താവന! യേശുക്രിസ്തു മാത്രമേ ദൈവം പറഞ്ഞതെല്ലാം ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഒരു നിമിഷവും അനുസരണക്കേട് കാണിക്കാത്ത, ദൈവം പറഞ്ഞതൊക്കെയും ചെയ്ത, ദൈവം മനുഷ്യനായി തീർന്ന, കൃപയും സത്യവും നിറഞ്ഞവനായി ലോകത്തിൽ പാർത്ത യേശുക്രിസ്തുവിനെ വെറുക്കുവാൻ മനുഷ്യർക്ക് എന്ത് അവകാശമാണുള്ളത്? എന്ത് അപരാധമാണ് യേശുക്രിസ്തുവിൽ കണ്ടെത്താനാണ് സാധിക്കുന്നത്? സാധിക്കില്ല. മനുഷ്യൻ്റെ ഹൃദയം ദുഷ്ടതയുള്ളതും ദൈവത്തെ അനുസരിക്കാൻ മനസ്സില്ലാത്തതുമാണ് എന്നതാണ് കർത്താവിനെ നിഷേധിക്കുവാനുള്ള കാരണമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും നിങ്ങളാരും അത് പ്രമാണിച്ചിട്ടില്ല. അപ്പം സ്തേഫാനോസിൻ്റെ ധൈര്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്തേഫാനോസ് പറയുന്നു, വി ഡെസ്പറേറ്റ്ലി നീഡ് ജീസസ്. യേശുക്രിസ്തുവിനെ കൂടാതെ രക്ഷപ്പെടുവാൻ, ദൈവക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ മനുഷ്യർക്ക് ആർക്കും കഴിയുകയില്ല. കാരണം യേശുക്രിസ്തു അല്ലാതെ മറ്റാരും ദൈവം നൽകിയതായ പ്രമാണങ്ങളനുസരിച്ച് ദൈവഹിതപ്രകാരം ജീവിച്ചിട്ടില്ല. ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് വന്നപ്പോൾ ആ ദൈവം മനുഷ്യനായി തീർന്നവനെ സ്വീകരിക്കുവാനായിട്ട് അവർ മനസ്സ് വെച്ചില്ല. അതാണ് മനുഷ്യൻ്റെ ചരിത്രം എന്ന് പറയുന്നതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് നീതി അനുസരിച്ച്, നമ്മുടെ പ്രവൃത്തികളനുസരിച്ച്, നമ്മുടെ നന്മയനുസരിച്ച് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. യേശുക്രിസ്തുവിൻ്റെ ചെലവിൽ, യേശുക്രിസ്തുവിൻ്റെ നന്മയിൽ, യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയുടെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു മനുഷ്യർക്കും രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് നന്നായിട്ട് മരിക്കാൻ പറ്റുക? നന്നായിട്ട് മരിക്കാൻ പറ്റുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിലും സുവിശേഷത്തിലും മാത്രം ആശ്രയിക്കുന്ന ആ നിലയാണ് നമ്മുടെ മരണത്തെ മനോഹരമാക്കുന്ന കാര്യം. ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ എടുത്തു പറയുക. സ്വർഗത്തിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ, സ്വർഗത്തിൽ സാധാരണ ആൾക്കാർ ഉദാഹരണം പറയുമ്പോൾ പറയുന്നത് സ്വർഗത്തിൻ്റെ ഗേറ്റ് നിൽക്കുന്ന പത്രോസ് അപ്പോസ്തലനാണെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, അങ്ങനെയൊന്നും ബാക്കിയൊന്നും ബൈബിളിലില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ അവിടെ നിൽക്കുക. അപ്പം ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന ഉടനെ ബാബു ജോർജ് അല്ലേ? ഓക്കെ, എന്താണ് ഇങ്ങോട്ട് വരാനുള്ളതായിരിക്കുന്ന കാര്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള ഒരേ ഒരു കാരണമേ ഉള്ളൂ. കാരണം
എന്നെ സ്നേഹിച്ച് എനിക്ക് പകരക്കാരനായി കൊല്ലപ്പെട്ട് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി തൻ്റെ നീതി എൻ്റെ മേൽ കണക്കിട്ട് എന്നെ തൻ്റെ പുത്രനായി അംഗീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ പേരിൽ ഞാൻ വരുന്നു എന്നുള്ള ആ ഒരു അവകാശമല്ലാതെ മറ്റൊരു നിലയിലും സ്വർഗത്തിലേക്ക് പോകാനായിട്ട് ആർക്കും സാധിക്കില്ല. അപ്പം അതുകൊണ്ട് സ്വർഗത്തിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ വാവു ജോർജ് സഹോദരൻ ചെല്ലുന്നു എന്നുള്ള നിലയിലല്ല കേട്ടോ. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് വേണ്ടി ദൈവം തുറക്കുന്നത്. യേശുക്രിസ്തു ചെന്നാൽ അതിൻ്റെ കവാടം എങ്ങനെ തുറക്കുമോ അതുപോലെ തന്നെ തുറക്കും. കാരണം ഞാൻ യേശുക്രിസ്തുവിനെ എൻ്റെ പ്രതിപുരുഷനായി സ്വീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ നീതി ദൈവം എൻ്റെ പേരിൽ കണക്കിട്ട് യേശുക്രിസ്തുവിനെ പോലെ എന്നെ അംഗീകരിച്ചത് കൊണ്ടാണ് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എനിക്ക് ലഭിക്കുന്നത്. അല്ലാതെ മറ്റൊരു കാരണത്താലുമല്ല. എൻ്റെ കാര്യം ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും അങ്ങനെ തന്നെ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മരിക്കാൻ പറ്റുക? യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ പാപപരിഹാര ബലി എൻ്റെ പാപങ്ങൾക്ക് മതിയായ പരിഹാരമാണ്. അവൻ നീതി, അവനുള്ള വിശ്വാസത്താൽ ദൈവം എൻ്റെ പേരിൽ കണക്കിട്ടിരിക്കുന്നു, എന്നെ തൻ്റെ പുത്രനായിട്ട് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള ഏക കാരണമല്ലാതെ നമുക്ക് സ്വർഗത്തിന് അവകാശം പ്രാപിക്കാനായിട്ട് വേറെ വഴിയൊന്നുമില്ല. ഞാൻ നിങ്ങളോട് ധൈര്യമായിട്ട് പറയാം, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ അടിസ്ഥാനപ്പെട്ട് ഞാൻ പറയാം, ഞാൻ സ്വർഗത്തിൽ പോകുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് 100% ഉറപ്പാണ്. 100% ഉറപ്പാണ്. 99.99% ഞാൻ മരിച്ചാൽ ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ സ്വർഗത്തിലായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് യാതൊരു സംശയവുമില്ല. അത് കാരണം എൻ്റെ നന്മയല്ല, എൻ്റെ കർത്താവിൻ്റെ നന്മയാണ് എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ പാപപരിഹാരമേലുള്ള വിശ്വാസത്താൽ എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് എന്നെ നീതിമാനായി പരിഗണിച്ച് എന്നെ സ്വർഗത്തിന് അവകാശിയാക്കി തീർത്തിരിക്കുന്നു എന്നുള്ള ഏക കാരണത്താലാണ്. നിങ്ങൾക്ക് ധൈര്യമായി മരിക്കാൻ പറ്റുമോ? സ്വർഗത്തിൽ പോകുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? വിശ്വാസികളാണെങ്കിൽ വേണം കേട്ടോ. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് സ്വർഗം ദൈവം 100% ഉറപ്പാക്കി നൽകിയിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടവൻ്റെ രക്ഷ പോകത്തൊന്നുമില്ല. രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ അവിടെ ചെല്ലും. രക്ഷിക്കപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ സുവിശേഷവും യേശുക്രിസ്തുവുമാണ് ഒരു മനുഷ്യൻ്റെ മരണത്തെ ധൈര്യമുള്ള മരണമാക്കി തീർക്കുന്നത്. തന്നെ കൊല്ലുമെന്നുള്ള ഒരു ചിന്ത സ്തേഫാനോസിനുണ്ടായിരുന്നു കേട്ടോ. ഇവർ എന്നെ കൊല്ലാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ചിന്ത സ്തേഫാനോസിനുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ ധൈര്യം യേശുക്രിസ്തുവിലും തൻ്റെ സുവിശേഷത്തിലുമാണ്. അപ്പോൾ അതാണ് ഞാൻ ഒന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മരിക്കണോ? ഒരു വീരമൃത്യു വേണോ? യേശുക്രിസ്തുള്ള വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഉറപ്പ് നിങ്ങൾ പ്രാപിക്കണം. നിങ്ങളുടെ ധൈര്യം യേശുക്രിസ്തുവിലും സുവിശേഷത്തിലും വയ്ക്കണം. അവിടെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മരിക്കാനായിട്ട് സാധിക്കും. ധൈര്യമായിട്ട് നമുക്ക് മരിക്കാനായിട്ട് സാധിക്കും. മരിക്കാനായിട്ട് ഞാൻ പറയാം, എനിക്ക് പേടിയില്ല. എനിക്ക് പേടിയില്ല. ചാകുന്നതിൻ്റെ ആ ഒരു സാമാന്യമായ വേദനയൊക്കെ വരികയാണെങ്കിൽ ചില പേടിയൊക്കെ ഉണ്ട് കേട്ടോ. അത് അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. എൻ്റെ നിത്യതയെ സംബന്ധിച്ച് എനിക്ക് 100% ഉറപ്പാണ്. അത് യേശുക്രിസ്തുവിൻ്റെ ചെലവിലാണ് എന്നുള്ളത് കൊണ്ടാണ് ആ ഉറപ്പ് എനിക്കുള്ളത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും, തൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച എല്ലാവർക്കും, യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും സ്വർഗം 100% ഉറപ്പാക്കി ദൈവം നൽകിയിരിക്കുന്നു എന്നതാണ് അവരുടെ ധൈര്യം. രണ്ടാമത്തെ എങ്ങനെയാണ് നന്നായി മരിക്കാൻ വരുന്ന കാര്യം, ഞാൻ ആദ്യത്തെ കാര്യം ഇച്ചിരി കൂടുതൽ പറഞ്ഞു പോയി. രണ്ടാമത്തെ എൻ്റെ പോയിൻ്റ് ഞാൻ പറയാം. സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ വരുത്തിയ രൂപാന്തരമാണ്. സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ വരുന്ന രൂപാന്തരമാണ് നമ്മളുടെ ജീവിതത്തെയും മരണത്തെയും മനോഹരമാക്കുന്നത്. രണ്ടാമത്തെ കാരണം. ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് സുവിശേഷമാണ്, സുവിശേഷത്തിലുള്ള ധൈര്യമാണ്, രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് മരിക്കുവാനായിട്ട് നമ്മളെ ധൈര്യപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നതാണ്. രണ്ടാമത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സുവിശേഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുത്തിയ രൂപാന്തരമാണ്. അവിടെയാണ് സ്തേഫാനോസ് ഒരു നിസ്തുല്യ വ്യക്തിയായിട്ട് അല്ലെങ്കിൽ വളരെ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായിട്ട് നിൽക്കുന്നത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, നമ്മളുടെ മരണം, നമ്മളുടെ ജീവിതം മനോഹരമാകുന്നത് സുവിശേഷം
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിച്ച് നമ്മളെ വ്യത്യാസപ്പെടുത്തുമ്പോഴാണ്. അങ്ങനെയാണ് നമ്മൾ സൗന്ദര്യമുള്ള മനുഷ്യനായി തീരുന്നത്. അങ്ങനെയാണ് ഈ ദൂതനെ പോലെ ആകുന്നത്. അങ്ങനെയാണ് സുവിശേഷം വരുത്തുന്ന രൂപാന്തരമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം വരുത്തുന്ന രൂപാന്തരമാണ് പാപിയായ മനുഷ്യനെ ദൈവദൂതന് തുല്യമായി രൂപാന്തരപ്പെടുത്തുന്ന കാര്യം. അതാണ് അപ്പോൾ ആ രൂപാന്തരത്തിൻ്റെ കാര്യം നമുക്കിവിടെ ഇതൊന്ന് നോക്കാം. അതിൻ്റെ 54 മുതലുള്ള വാക്യങ്ങളാണ്. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവൻ്റെ നേരെ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അവിടെ സുവിശേഷം വരുത്തുന്ന രൂപാന്തരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം ജീവിതത്തിൽ വരിക എന്ന് പറയുന്ന ആ ഒരു മുഖാന്തരത്തിലൂടെയാണ് ദൈവരൂപാന്തരം വരുന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്ന് പറയുന്നത് പ്രധാനമായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നോട് വിധേയപ്പെട്ട് ജീവിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവെന്ന് പറയുന്നതാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലാതെ ജീവിതത്തിൽ സുവിശേഷത്തിൻ്റെ രൂപാന്തരം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിച്ച്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിച്ച് ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ വ്യതിയാനപ്പെടുത്തുമ്പോഴാണ് സുവിശേഷത്തിൻ്റെ രൂപാന്തരം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. അതിനോട് ചേർത്ത് നമ്മൾ കാണുന്ന കാര്യം, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ പ്രതികൂലങ്ങളിൽ, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ, നമ്മുടെ പ്രലോഭനങ്ങളുടെ നടുവിൽ നമുക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു നോട്ടം ആവശ്യമാണ് കേട്ടോ. ഞാൻ പറയാം, നമ്മുടെ പ്രതിസന്ധികളാണ് ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ ശക്തിയും നമുക്ക് ഏറ്റവും അധികം അറിയുവാനായിട്ട് സാധിക്കുന്നത്. തൻ്റെ നേരെ തൻ്റെ ശത്രുക്കൾ തന്നെ കൊല്ലാനായിട്ട് ഇങ്ങനെ പാഞ്ഞടുക്കുന്ന അവസരങ്ങളിൽ ഈ ദൈവ മനുഷ്യനെ ധൈര്യപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, തൻ്റെ കണ്ണുകൾ കൊണ്ട് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന യേശു ക്രിസ്തുവിനെ താൻ കണ്ടു എന്നുള്ളതാണ് തൻ്റെ ജീവിതത്തിൻ്റെ ധൈര്യം എന്ന് പറയുന്നതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തെക്കുറിച്ചുള്ള ഉറപ്പും ദൈവമഹത്വത്തെക്കുറിച്ചുള്ള ധൈര്യവും ഒക്കെ, അതാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ നിലനിർത്തുന്നതായിരിക്കുന്ന കാര്യം. അതാണ്. അപ്പോൾ ഞാൻ നിങ്ങളോടും എന്നോടും ചോദിക്കുകയാണ്, ഈ സ്വർഗീയമായിരിക്കുന്ന ഒരു ദർശനമുണ്ടോ? എവിടേക്കാണ് നമ്മൾ ഉറ്റുനോക്കുന്നേ? പ്രതിസന്ധികൾ വരുമ്പോൾ എങ്ങോട്ടാണ് നോക്കുന്നേ? സാഹചര്യങ്ങളിലേക്ക്, മറ്റ് മനുഷ്യരിലേക്കൊക്കെയാണോ നോക്കണേ? പ്രതിസന്ധികളിലേക്കാണോ നോക്കുന്നത്? എന്നാൽ ഇത്രയും വലിയ പ്രതിബന്ധം തന്നെ കൊന്നുകളയാനായിട്ട് മനുഷ്യരിങ്ങനെ ആക്രോശിച്ച് നിൽക്കുന്ന അവസരങ്ങളിൽ തൻ്റെ നോട്ടം ആ മനുഷ്യരിലേക്കല്ല, തൻ്റെ നോട്ടം സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ദൈവികമായിരിക്കുന്നൊരു കാഴ്ചപ്പാട്, ദൈവം എങ്ങനെയാണ് ജീവിതത്തെ കാണുന്നത് എന്ന ഒരു അറിവ് വിശ്വാസത്താൽ സ്തേഫാനോസ് പ്രാപിച്ചു. സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. അപ്പം സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ താൻ കണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത്, ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. എന്നിട്ട് താൻ പറഞ്ഞ അടുത്ത പ്രസ്താവനയോട് പറഞ്ഞതിന് ശേഷം ഞാനതിനെക്കുറിച്ചൊരു വാക്ക് പറയാം. എനിക്ക് ഒരുപാട് വിശദീകരിക്കാനായിട്ട് സമയമില്ല. പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധിയിലാണ് കേട്ടോ ദൈവത്തെ നമുക്ക് ഏറ്റവും വ്യക്തമായി കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളുടെ നടുവിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഏറ്റവും അടുത്ത് അറിയാനായിട്ട് സാധിക്കുന്നത്. അതിനെക്കുറിച്ച് എസ്. ലൂയിസ് ജോൺസൺ പറഞ്ഞപ്പോൾ പറഞ്ഞു, 23-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, പച്ചയായ പുൽപ്പുറങ്ങൾ അവൻ എന്നെ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് തേർഡ് പേഴ്സണിലാണ് ദൈവത്തെക്കുറിച്ച് ദാവീദ് പറയുന്നത്. എന്നാൽ മരണത്തിൻ്റെ അനുഭവം വന്നപ്പോൾ എന്താ പറഞ്ഞതെന്നറിയാമോ? മരണ നിഴൽ താഴ്വരയിൽ കൂടെ കടന്നാലും ഞാൻ നടത്തും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. അവിടെ ഹീ എന്നുള്ളതായിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് യു
എന്നുള്ളതായിരിക്കും സെക്കൻഡ് പേഴ്സണിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അത് ആ ബന്ധത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആ ഹൃദ്യതയാണ് വെളിപ്പെടുത്തുന്നത്. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. പക്ഷേ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിലാണ് നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും അധികം അറിയാനായിട്ട് സാധിക്കുന്നത്. മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് കണ്ടു. കർത്താവായ യേശു ക്രിസ്തുവിന് ഏറ്റവും ഇഷ്ടമുള്ളതായിരിക്കുന്ന ഡെസിഗ്നേഷൻ, തനിക്ക് വേണ്ടി തന്നെ ഉപയോഗിച്ച പേരെന്താണെന്നറിയാമോ? മനുഷ്യപുത്രൻ എന്ന് പറയുന്ന പേരാണ്. മനുഷ്യപുത്രൻ. ഈ പ്രയോഗം മർക്കോസിന് സുവിശേഷത്തിലെ മഹാപുരോഹിതന് മുൻപാக കർത്താവായ യേശു ക്രിസ്തു നടത്തിയിട്ടുണ്ട്. നീ മശിക തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും അവൻ ആകാശമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും എന്ന് കർത്താവ് പറഞ്ഞു. അപ്പം തനിക്ക് വേണ്ടി ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കുന്ന വാക്ക് മനുഷ്യപുത്രൻ എന്നുള്ളതാണ്. മനുഷ്യപുത്രൻ എന്നുള്ളതായിരിക്കുന്ന വാക്ക് യേശുക്രിസ്തുവിൻ്റെ വായിൽ നിന്നല്ലാതെ വേറെ ഒരു മനുഷ്യൻ്റെ വായിൽ നിന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. അത് സ്തെഫാനോസാണ്. മറ്റാരും യേശുക്രിസ്തുവിനെ മനുഷ്യപുത്രൻ എന്ന് വിളിച്ചിട്ടില്ല. സ്തെഫാനോസ് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഈ മനുഷ്യപുത്രൻ്റെ പ്രാധാന്യം എന്താ? മനുഷ്യപുത്രൻ്റെ പ്രാധാന്യം എന്താ? ഈ ആശയം എവിടെ നിന്ന് വന്നതാണ്? അത് ദാനിയേൽ പ്രവചനം 7-ാമത്തെ അധ്യായത്തിൽ നിന്ന് വന്ന പ്രസ്താവനയാണ്. മനുഷ്യപുത്രനോട് സദൃശനായിരിക്കുന്ന ഒരുവനെ ഞാൻ കണ്ടു എന്ന് ദാനിയേൽ പ്രവചനത്തിൽ പ്രവാചകൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഈ മനുഷ്യപുത്രന് സദൃശനായിരിക്കുന്ന മനുഷ്യൻ്റെ പ്രത്യേകത? സിംഹാസനങ്ങളും രാജ്യങ്ങളും എല്ലാം നീക്കപ്പെട്ടതിനു ശേഷം ലോകത്തിൻ്റെ ഭരണം, ലോകത്തിൻ്റെ അധികാരം ദൈവം, പിതാവായ ദൈവം പരമേൽപ്പിക്കുന്ന ആ വ്യക്തിയാണ് ഈ മനുഷ്യപുത്രനോട് സദൃശനായിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്. അവിടെ സ്തെഫാനോസ് കണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിലെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ തനിക്കെതിരെ വരുന്നുവെങ്കിലും സകലത്തിൻ്റെ മേലും അധികാരം നൽകി ദൈവം സർവത്തിൻ്റെയും ഉടമസ്ഥനായി നിയമിച്ച കർത്താവായ യേശുക്രിസ്തു തന്നോടുകൂടെ ഉണ്ട് എന്നുള്ളതായിരിക്കുന്ന ഉറപ്പാണ് സ്തെഫാനോസിന് ലഭിച്ചത്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയാം, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും കർത്താവായ യേശുക്രിസ്തുവിന് നൽകിയിരിക്കുന്നു. ഇവിടെ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് കർത്താവായ യേശുക്രിസ്തു നിൽക്കുന്നു എന്ന് സ്തെഫാനോസ് കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഈ ലോകത്തിൽ ഇനി പ്രതിസന്ധിയും പ്രയാസവും ഒന്നും ഇല്ല എന്നല്ല കേട്ടോ, അങ്ങനെയല്ല. പിന്നെയോ താൻ കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് താൻ മരിച്ചാലും തൻ്റെ ജീവിതത്തിന് യാതൊരു വിധമായിരുന്ന പ്രയാസവും പ്രശ്നവും ഇല്ല. സ്വർഗത്തിലെ ദൈവം തന്നെ സ്വീകരിച്ചു കൊള്ളും. ഒരു ദിവസത്തിൽ സകലത്തിൻ്റെ മേലും അധികാരമുള്ള കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടും. ആ കർത്താവിനോട് ഞാനും പ്രത്യക്ഷപ്പെടും എന്നുള്ളതായിരിക്കുന്ന ഉറപ്പാണ് സ്തെഫാനോസിന് ലഭിച്ചതായിരിക്കുന്ന ഉറപ്പ്. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മനുഷ്യപുത്രൻ നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. മനുഷ്യപുത്രൻ നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവിടെ മരണസമയത്ത് വിശുദ്ധന്മാർക്ക് ചില പ്രത്യേക കാഴ്ചകളൊക്കെ കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതായാലും ശരി, മരിക്കാനായിട്ട് പോകുന്ന ഈ ദൈവ മനുഷ്യന് കർത്താവായ യേശുക്രിസ്തുവിനെ കാണാനായിട്ട് സാധിച്ചു. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, മരിക്കുന്ന സമയത്ത് കർത്താവിനെ കണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു എന്നുള്ള ഉറപ്പോടുകൂടെ പോകുന്ന മരണമാണ് ഏറ്റവും നല്ല മരണമെന്ന് പറയുന്നത്. അതാണ് ദാറ്റ് ഈസ് ദ ഗുഡ് ഡെത്ത് ദാറ്റ് യു ക്യാൻ ഡൈ. നമുക്ക് മരിക്കാൻ കഴിയുന്ന നല്ല മരണമെന്ന് പറയുന്നത് കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു എന്നുള്ള ഉറപ്പോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നതാണ്. അതിനെക്കുറിച്ച് ഒരു വാക്കുകൂടെ ഞാൻ പറയാം. അതെന്താണെന്ന് ചോദിച്ചാൽ, സ്തെഫാനോസ് മരിച്ച ആ നിമിഷത്തിൽ തന്നെ തൻ്റെ ആത്മാവിനെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് പരമേൽപ്പിച്ചു. അതേ സ്വർഗത്തിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോയി കേട്ടോ. നമ്മൾ വിശ്വാസികൾ മരിക്കുന്ന ആ നിമിഷത്തിൽ തന്നെ അവരുടെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് പോകുന്നു എന്നതാണ് പുതിയ നിയമത്തിൻ്റെ ബൈബിളിൻ്റെ സന്ദേശം എന്ന് പറയുന്നതാ. എന്നാൽ ഒരു ദുരുപദേശം വിശ്വാസികളുടെ മധ്യത്തിൽ പോലും ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ സോൾ സ്ലീപ്പ് എന്നാണ് പറയുന്നത്. സോൾ സ്ലീപ്പ് അത് ഈ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരുണ്ടാക്കിയ ദുരുപദേശമാണ്. പല പെന്തിക്കോസുകാരും പ്രസംഗക്കാരും ഉണ്ടെന്ന് തോന്നുന്നു. സോൾ സ്ലീപ്പ് വിശ്വസിക്കുന്നവരാണ്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നിദ്രയിലാകും, കർത്താവ് വരുന്നത് വരെ നമ്മൾ ഉറങ്ങുകയാണ് എന്ന് പറയുന്ന ഒരു ദുരുപദേശമുണ്ട്. അത് ബൈബിളിലെ ഉപദേശമല്ല കേട്ടോ. മരിക്കുന്ന നിമിഷം തന്നെ സുബോധത്തോടുകൂടെ അറിവോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതാണ് ബൈബിൾ പറയുന്നത്. ശരീരം വിട്ട്
ക്രിസ്തുവിനോട്. ആബ്സെന്റ് ഇൻ ദ ബോഡി ഈസ് പ്രസന്റ് വിത്ത് ദ ലോർഡ്. ശരീരം വിട്ടാൽ ക്രിസ്തുവിനോട് കൂടെ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അതെന്താണെന്ന് ചോദിച്ചാൽ, ദുഷ്ടന്മാർ മരിച്ചാൽ അവർ നിദ്രയിലൊന്നും അല്ല കേട്ടു. ഉടനെ തന്നെ സുബോധത്തോടുകൂടെ നിത്യന്യായവിധിക്ക് വേണ്ടിയുള്ള യാതനാ സ്ഥലത്ത് അവർ പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ബൈബിൾ പറയുന്നത്. മരണം കളിയാണെന്നാണ് അവരുടെയും വിചാരം. ചിലർ ജീവിതം ബുദ്ധിമുട്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്യും. നല്ല കാര്യം. അതിനെക്കുറിച്ച് പറയുന്നത് വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക്. എൻ്റെ പൊന്നെ, ചത്ത എങ്ങോട്ടാണ് ചെല്ലുന്നത്? നരകത്തിലോട്ട്. എന്തൊരു ഭയങ്കരമായ കാര്യമാണ്. ഞാൻ മരിച്ചാൽ, വിശ്വാസികൾ മരിച്ചാൽ, നിങ്ങൾ വിശ്വാസികളാണ്, അതുകൊണ്ട് നിങ്ങൾ മരിച്ചാൽ ആ നിമിഷം തന്നെ, എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു പ്രയോഗമാണ് കർത്താവ് ധനവാനെയും ലാസറിനെയും കുറിച്ച് പറഞ്ഞ പ്രസ്താവന. ദൂതന്മാർ വന്നു അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. മരിക്കുന്ന അവസരത്തിൽ ദൂതന്മാർ വരും കേട്ടോ. കർത്താവിനെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കർത്താവിനെ കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകും. അതല്ലേ വീരമൃത്യു, നല്ല മരണമെന്ന് പറയുന്നത്? അതല്ലേ? നിങ്ങളെങ്ങനെയാണ് മരിക്കാൻ പോകുന്നത്? നിങ്ങളെങ്ങനെയാണ് മരിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഞാൻ മരിക്കുമ്പോൾ, മരിക്കുന്ന ആ അവസരത്തിൽ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരെൻ്റെ അടുക്കിലേക്ക് വരും. അവരെന്നെ ആനയിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എന്നെ കൊണ്ടുപോകും. അവിടെ ഞാൻ ചെല്ലും. നിമിഷങ്ങൾ കൊണ്ട് ചെല്ലും കേട്ടോ. അതിന് ഈ പറയുന്ന ഗാലക്സികളൊന്നും കവർ ചെയ്യാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട. പ്രകാശത്തിൻ്റെ വേഗത്തിലൊന്നുമല്ല. കർത്താവിൻ്റെ അടുക്കിലേക്ക് അങ്ങ് ചെല്ലും. എന്തൊരു ഭയങ്കര യാത്രയായല്ലേ! എത്ര മനോഹരമായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ക്രിസ്തുവിൽ മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവാന്മാർ എന്നെണ്ണുക. തൻ്റെ നേരെ ചീറിപ്പാഞ്ഞു വരുന്ന കല്ലുകൾക്കൊന്നും ഈ പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടപ്പെടുത്തുവാനായിട്ട് സാധിച്ചില്ല. ഒരു വാക്കൂടെ പറയാതെ എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റിയില്ല. കർത്താവായ സ്തേഫാനോസിൻ്റെ മരണം, സുവിശേഷം തന്നെ വരുത്തതായിരിക്കുന്ന രൂപാന്തരം എത്രയും ആഴമുള്ളതാണെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് പല നിലകളിലും സമാനമായ ഒരു മരണമാണ് സ്തേഫാനോസിൻ്റെ മരണം. ഹി ഡൈഡ് ലൈക്ക് ജീസസ്. He was almost transformed into the likeness of Christ. രണ്ട് കാര്യത്തിൽ യേശുക്രിസ്തുവിനെ പോലെയായിരുന്നു. യേശുക്രിസ്തു തൻ്റെ ആത്മാവിനെ പിതാവായ ദൈവത്തിൽ വരമേൽപ്പിച്ചാണ് മരിച്ചത്. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ നിൻ്റെ കയ്യിലേക്ക് വരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തല ചായ്ച്ച് കർത്താവ് മരിച്ചു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്തേഫാനോസ് എന്ന് പറഞ്ഞ്, കർത്താവേ, എൻ്റെ ആത്മാവിനെ ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് വരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് താൻ മരിച്ചത്. രണ്ടാമതൊരു കാര്യം കൂടെ കർത്താവിൻ്റെ മരണത്തോട് ചേർന്ന് പറയാൻ പറ്റും. അതെന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് എങ്ങനെ പറഞ്ഞാൽ മരിച്ചത്? കർത്താവ് ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. സ്തേഫാനോസ് എന്ന് പറഞ്ഞത്, ഇവരുടെ പാപം ഇവർ കണക്കിടരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിക്കുകയിൽ അവൻ പ്രാണനെ വിട്ടു എന്നാണ് പറഞ്ഞത്. ഒരു മനുഷ്യൻ്റെ രൂപാന്തരം, അതിൻ്റെ ആഴം എന്ന് പറയുന്നത് തൻ്റെ ശത്രുക്കളോട് ക്ഷമിക്കുവാനുള്ള അവൻ്റെ കഴിവാണ്. ഭയങ്കര കല്ലുകൾ തൻ്റെ നേരെ എറിഞ്ഞ് തന്നെ കൊല ചെയ്യാനായിട്ട് അങ്ങനെ ആക്രോശിച്ച് നിൽക്കുന്ന മനുഷ്യരെ നോക്കിയിട്ട്, കർത്താവേ, അവരോട് ക്ഷമിക്കണം, അവരുടെ പാപം അവരോട് കണക്കിടരുത് എന്ന് പറയുന്ന ആ രൂപാന്തരം എത്ര അത്ഭുതകരമായ രൂപാന്തരമാണ്. നമ്മുടെ ജീവിതത്തിൽ സുവിശേഷം എന്ത് രൂപാന്തരമാണ് വരുത്തുന്നത്? മനുഷ്യരെയും ദൈവത്തെയും സ്നേഹിക്കുവാനല്ല, ശത്രുക്കളെ സ്നേഹിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരുടെ നന്മ ആഗ്രഹിക്കുവാൻ കഴിയും വിധം ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ സുവിശേഷത്തിന് കഴിയും എന്നതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. അതാണ്, ആ നിലയിലാണ് നമ്മൾ രൂപാന്തരപ്പെടുവാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് നന്നായി മരിക്കാൻ സാധിക്കുന്നത്? സുവിശേഷത്തിലുള്ള ധൈര്യമാണ് നമ്മുടെ മരണത്തെ ധൈര്യമുള്ള മരണമാക്കി തീർക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സുവിശേഷം വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന രൂപാന്തരമാണ് നമ്മുടെ ജീവിതത്തെയും മരണത്തെയും മനോഹരമാക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. ആദ്യത്തെ രക്തസാക്ഷി, യേശു ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ ഭാഗ്യം ലഭിച്ച ആദ്യത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് സ്തേഫാനോസാണ്.
കർത്താവിന് വേണ്ടി മരിച്ച ഒരുപാട് വിശുദ്ധന്മാരതിന് ശേഷമുണ്ട് കേട്ടോ. കർത്താവിനുള്ള സമർപ്പണം എങ്ങനെയുണ്ട്? സാഹചര്യം ബുദ്ധിമുട്ടായാൽ കർത്താവിനെ തള്ളിക്കളയുമോ? അതോ ജീവിച്ചാലും മരിച്ചാലും കർത്താവിന് വേണ്ടി എന്ന് പറഞ്ഞ് കർത്താവിനെ സ്നേഹിച്ച് അവന് വേണ്ടി ജീവിക്കുവാൻ വേണ്ടി വന്നാൽ കർത്താവിന് വേണ്ടി മരിക്കുവാൻ ആ ഒരു വിളിയാണ് ദൈവം നമുക്ക് എല്ലാവർക്കും നൽകിയിരിക്കുന്നത്. സ്തേഫാനോസ് നമ്മുടെ മുൻപിൽ ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നു. അദ്ദേഹം മരിച്ചതുപോലെ നമുക്ക് മരിക്കാം. ആ രീതിയിലല്ല, ആ ആത്മാവിൽ, ആ ധൈര്യത്തിൽ, ആ രൂപാന്തരത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്.